ഞാനിന്ന് വന്നിരിക്കുന്നത് ടേസ്റ്റി ആയിട്ട് ഹെൽത്തി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. സാധാരണ നമ്മൾ തേങ്ങയും പഞ്ചസാരയൊക്കെ വെച്ചിട്ട് അടയുണ്ടാക്കില്ലേ, അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ട് നല്ല സ്പൈസിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന കിടിലൻ ടേസ്റ്റുള്ള റെസിപ്പി തന്നെയാണിത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മീഡിയം സൈസുള്ള സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചി ചതച്ചതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇനി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നവരാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. എന്നിട്ട് നല്ലവണ്ണം നിങ്ങൾ വഴറ്റി കൊടുക്കാം. ഒരുപാട് വഴണ്ടി വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് നിങ്ങൾ കുക്കായി കിട്ടിയാൽ മതി. എന്നിട്ട് നമുക്കതിലേക്ക് ഇനി മസാലപ്പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഗരം മസാലയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഗരം മസാല ഇല്ലാന്നുണ്ടെങ്കിൽ വലിയ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. വേറെ മല്ലിപ്പൊടി മുളക് പൊടി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ, ഇത് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ചിക്കന് കുക്ക് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഇതുപോലെ കൈ കൊണ്ട് തന്നെ നമുക്കൊന്ന് പിച്ചി ഇട്ടതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ആകുമ്പോൾ നമുക്ക് ഇറച്ചി നല്ലോണം കിട്ടുകയും ചെയ്യും. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. ഇറച്ചിയുടെ എല്ലാ ഭാഗത്തേക്കും ഈ മസാലയൊക്കെ എത്തുന്ന രീതിയിൽ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഉപ്പ് ചെക്ക് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ ഉപ്പ് ചിക്കനിൽ, അപ്പോൾ അത് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി അതൊരു സൈഡിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. 1 കപ്പ് അരിപ്പൊടിക്ക് ഞാൻ 1.5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് തിളച്ചതിന് ശേഷം ഈ 1 കപ്പിനാണ് ഞാൻ പത്തിരിപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ എത്രയാണോ ഓരോ അരിപ്പൊടീൻ്റെ അളവിനനുസരിച്ചായിരിക്കും കേട്ടോ വെള്ളം കൂടും കുറയൊക്കെ ചെയ്യുക. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം കൂടുതൽ എടുത്തതിന് ശേഷം തിളച്ചതിന് ശേഷം കുറച്ച് വെള്ളം മാറ്റി വെച്ചിട്ട് ഇതുപോലെ അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം നിങ്ങൾ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ കുറവുണ്ട് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയല്ലോ. കൂടുതലായി പോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് കൂടുതലായി പോയിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കിട്ടില്ല. പിന്നെ ഒന്ന് ലൂസായി എന്ന് വിചാരിച്ചിട്ട് പേടിക്കാനൊന്നുമില്ല കേട്ടോ. പത്തിരിയുടെ ഒരു കൺസിസ്റ്റൻസി ഒന്നും വേണ്ട നമുക്ക്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ കുഴച്ചെടുക്കണം. ചൂടാറിയതിന് ശേഷം ഞാൻ ഇതുപോലെ നിങ്ങൾ കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് വെള്ളം കൂടുതലായി പോയിട്ടുണ്ടെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളിത് വാഴൻ്റെ ഇലയിലാണ് ഇതൊന്ന് പരത്തിയെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു തിക്നെസ്സിലാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ പത്തിരി ഉണ്ടാക്കുന്ന പോലെ പ്രസ് ഉണ്ടല്ലോ, അതിൽ പ്രസ് ചെയ്തിട്ട് എടുത്താലും മതി, കറക്റ്റായിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഞാനിത് വാഴൻ്റെ ഇലയിൽ തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഓരോ ബൗൾസ് എടുത്തിട്ട് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കയ്യിൽ കുറച്ച് വെള്ളമാക്കിയതിന് ശേഷം ഇതുപോലെ അങ്ങ് പരത്തി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് പരന്ന് കിട്ടുകയും ചെയ്യും. നമുക്ക് ഈസിയായി പരത്തിയെടുക്കാനായിട്ട് കഴിയും. അപ്പോൾ കൈ കൊണ്ട് ഇങ്ങനെ പരത്തിയെടുക്കുന്നതാണ് ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഫില്ലിങ്സ് എത്രയാണോ ആവശ്യമുള്ളത് അത്രയും വെച്ച് കൊടുക്കാം. എന്നിട്ട് സൈഡ് ഭാഗത്തേക്കൊന്ന് വെച്ച് കൊടുക്കണ്ട കേട്ടോ, സെൻറ്റർ ഭാഗത്തേക്ക് തന്നെ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ അങ്ങ് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, കറക്റ്റായിട്ട് ഇങ്ങ് പ്രസ്സായി കിട്ടിക്കോളും. അത് കണ്ടില്ല, നല്ലവണ്ണം നിങ്ങൾ പ്രസ്സായിട്ടുണ്ട്. ഇതുപോലെ ഞാൻ എല്ലാം ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ആവിയിലാണ് നമുക്ക് വേവിച്ചെടുക്കുന്നത്. ഇതിന് വേറെ എണ്ണ യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണിത് എന്ന്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. തിളച്ചതിന് ശേഷം ഈ നമ്മൾ ആവി ഇട്ടുള്ള ചെമ്പൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഏതിലാണോ സ്റ്റീം ചെയ്തെടുക്കുന്നത് അതിൽ വെച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ട് ഒരു 20 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുക, കറക്റ്റായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ടാവും. ഇത് കണ്ടില്ലേ, ഇപ്പോൾ നല്ല ചൂടാട്ടോ. ഇനി ചൂടാറിയതിന് ശേഷമാണ് ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കുന്നത്. ഇതാ ചൂടാറിന് ശേഷം ഇതാ പ്ലേറ്റിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു, കാണുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുമല്ലോ, നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്. പിന്നെ എരിവ് കൂടുതൽ വേണം തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിത് കുട്ടികൾക്കും കൂടി കൊടുക്കാനുള്ളത് കൊണ്ട് അധികം എരിവൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇഫ്താർ റെസിപ്പി തന്നെയാണിത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കും കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. ആ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷൻ ഉണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുകയും ചെയ്യും. അപ്പോൾ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാനും മറക്കരുത്. ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതിനേക്കാളും നല്ല കിഡിലൻ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്